ഗൈസ് നമസ്കാരം കേട്ടോ. ഈ പോർക്കിൻ്റെ റിബ്സ് ബാർബിക്യൂ ചെയ്യുന്ന പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാരും ഇത് കഴിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ പേഴ്സണലി അത് ട്രൈ ചെയ്തിട്ടില്ല, അതുപോലെ കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നൊരാഗ്രഹം പോർക്കിൻ്റെ റിബ്സ് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. കൂടുതൽ കഥ പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മൾ ആൽദി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള റിബ്സ് ആട്ടോ. ഇത് ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇതിന് $16, 900 ഗ്രാം ഉണ്ട്. അതുപോലെ നമ്മൾ 2 പീസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 600 ഗ്രാമാണ്. രണ്ടും കൂടെ 1.5 കിലോളം ഉണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ $28 രണ്ടെണ്ണത്തിനും കൂടെ വന്നിട്ടുള്ളത്. നാട്ടിലെ റേറ്റ് നോക്കുമ്പോൾ ഒരു 1500 രൂപ ആട്ടോ വരുന്നത്. നമുക്ക് ഇവനൊന്ന് എടുത്തിട്ട് ഈ കവറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. നാട്ടിലൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നല്ലേ, റിബ്സ് മാത്രമായിട്ടൊക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത് ആക്ച്വലി വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, നമുക്കിപ്പം എല്ലാ സാധനങ്ങളും ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പം ഇതിപ്പോൾ വെറുതെയാണ് വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്യണം. ഗ്രില്ല് ചെയ്യുന്നതിന്, മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ്. നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് ഇടാം. ആദ്യം ഇടുന്നത് കുറച്ച് റോസ്മേരി ലീവ്സാണ്. അടുത്തതായിട്ട് കുറച്ച് ഗാർലിക് പൗഡറാണ്. കുറച്ച് പെപ്പറിക്ക. എന്തല്ല അതിൻ്റെ കളറ്. കുറച്ച് ഒറിഗാനോ. കുറച്ച് തെയിം ലീഫ്. കുറച്ച് ഓനിയൻ ഗ്രൗണ്ട്. കുറച്ച് കെയിൻ പൗഡർ. പിന്നെ നമ്മുടെ കുറച്ച് ഉപ്പ്. അതുപോലെ അടുത്തത് കുറച്ച് പെപ്പർ, അത് ഗ്രൈൻഡ് ചെയ്ത് ഇട്ടത്. അവസാനമായിട്ട് ഇത്തിരി ഒലീവ് ഓയിൽ. നമുക്ക് ഈ കൂട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്യാം. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് കൊടുക്കാം. എന്താ കളർ നോക്കല്ലേ. ഇതെല്ലാം നല്ല കളറായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 20 മിനിറ്റ്സ് ആണ് നമ്മളത് റെസ്റ്റിംഗ് ടൈം കൊടുക്കുന്നത്. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ താമസിക്കുന്ന ലിസ്മോറിൽ 2 ദിവസമായിട്ട് നിർത്താതെയുള്ള മഴയായിരുന്നു കേട്ടോ. ഇന്ന് പുറത്ത് നോക്കുമ്പോൾ വലിയൊരു മഴവില്ലും കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് ഏതാണ്ട് ഒരു 30 മിനിറ്റ് ആയിട്ടോ ഇങ്ങനെ റെസ്റ്റിന് ഇരിക്കുന്നത്. അപ്പം നമ്മളിത് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫോയിൽ പേപ്പർ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് മൂടി കൊടുക്കണം നമുക്ക്. ഓവനെല്ലാം നമ്മൾ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 160 ഡിഗ്രി ടെമ്പറേച്ചറിൽ 1.5 മണിക്കൂറാണ് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ നമുക്കൊരു 1.25 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തുറന്നു നോക്കാം. ഇത് പ്രിപ്പയർ ആയി വരുമ്പോഴത്തേക്കും കുഞ്ഞം ബ്രോ ആൻഡ് ഫാമിലി, അതുപോലെ തന്നെ അനീഷ് ബ്രോ ആൻഡ് ഫാമിലി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ കൂടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോർക്ക് അവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയത്തിനിടയിൽ ഇതിലേക്കുള്ള ബാർബിക്യൂ സോസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. രണ്ടാമതായിട്ട് ആപ്പിൾ സിഡർ വിനെഗറാണ്. അപ്പം ഇത് വെള്ളത്തിൻ്റെ കൂടെ ഒഴിക്കാം. ഇതിലേക്ക് ഇനി അടുത്തത് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പം അത് കുറച്ച് ചേർത്ത് കൊടുക്കുക.
ഇനി അടുത്തത് ഇതിലേക്ക് മൊളാസസ് ഒരു 1.5 ടേബിൾ സ്പൂൺ ആട്ടോ ഒഴിക്കേണ്ടത്. ഇനി അടുത്തത് ഇതിലേക്ക് വേണ്ടത് വോയിസ്റ്റഷ സോസാണ്. 2 ടീസ്പൂണാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് കേട്ടോ. ഒന്നര ടീസ്പൂൺ ഗാർലിക് പൗഡർ ആട്ടോ ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത്. ഇനി മസ്റ്റാർഡ് സോസാണ് ചേർക്കാൻ പോകുന്നത്. അത് 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് ടെബസ്കോ ആട്ടോ ചേർക്കുന്നത്. 1 ടീസ്പൂണാണ് ഇതിൻ്റെ അളവ്. അടുത്തത് ഉപ്പിടാം. ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. അതുപോലെ അവസാനമായിട്ട് അല്പം കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ ആട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിനെ നമുക്കിനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. അപ്പം ഇതിരുന്ന് കുക്കാവട്ടെ. നമ്മുടെ സോസ് റെഡി ആയിട്ടോ. ഇത് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ വേവിച്ചായിരുന്നു. അപ്പോൾ കണ്ടോ, നല്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് നല്ല തിക്കായിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ പോർക്കിൽ തേച്ച് കൊടുക്കണം. ഏതാണ്ട് 1.25 മണിക്കൂറായിട്ടോ നമ്മുടെ പോർക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട്. അപ്പം നമുക്ക് തുറന്നൊന്ന് എടുത്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല കേട്ടോ, നമ്മൾ കുക്ക് ചെയ്ത് വന്നപ്പോൾ ഇതിൽ കണ്ടമാനം വെള്ളമായി. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയാൻ പോവാം കേട്ടോ. അപ്പം നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി, കാരണം ഇത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒലീവ് ഓയിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഒലീവ് ഓയിൽ ഞാനിവിടെ ചെറിയൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ബ്രഷിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് 2 സൈഡിലും ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 10 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. നമുക്ക് തിരികെ കയറ്റി വെക്കാം. ടൈം കഴിഞ്ഞു കേട്ടോ. നമുക്കൊന്നുകൂടെ എടുത്ത് നോക്കാം. സാധനം നന്നായിട്ട് വെന്തതായിട്ട് കാണുന്നുണ്ട്. നമുക്കിനി ഇതിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാർബിക്യൂ സോസ് തേച്ച് കൊടുക്കാം. ഇത് തേച്ചതിന് ശേഷവും അകവും പുറവും 10 മിനിറ്റോളം ഇനിയും കുക്ക് ചെയ്യേണ്ടതുണ്ട്. ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തേച്ച് കൊടുക്കാം. കൂടെ നമ്മൾ മീറ്റ് ശരിക്കും ടെൻഡർ ആവുമെന്നാണ് പറയുന്നത്. എന്തായാലും നോക്കി നോക്കാം. നമ്മൾ ബാർബിക്യൂ സോസെല്ലാം തേച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കയറ്റി വെക്കാം. അവിടെ ഇരുന്നിട്ട് കുക്കാവട്ടെ. ഒരു 10 മിനിറ്റ് ടൈമറും വെച്ചിട്ടുണ്ട്. നമ്മുടെ പോർക്ക് അവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പം ആ സമയം കൊണ്ട് അത് പോർക്കിൻ്റെ കൂടെ ഒഴിച്ച് കുടിക്കാനായിട്ടൊരു ചെറിയ സെറ്റപ്പ് റെഡിയാക്കുന്നുണ്ട്. ട്രിപ്പിൾ ഡിസ്റ്റൽഡ് ഓസ്ട്രേലിയൻ മെയ്ഡായിട്ടുള്ള ഒരു വോഡ്ക്കയാണിത്. ഇത് ചാർക്കോൾ ഇട്ട് ഫിൽട്ടർ ചെയ്തിട്ടുള്ള സാധനം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു ബ്ലഡി മേരി തയ്യാറാക്കാൻ വേണ്ടി പോവാം. ഞാൻ കുറേ കാലം മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 ലിറ്റർ അളവിലുള്ളൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏതാണ്ട് ഒരു 1/2 ലിറ്റർ ടൊമാറ്റോ ജ്യൂസ് ഒഴിക്കാൻ പോവാണ്. നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ടൊക്കെ
എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഇനി ഒരു 100 ml വോഡ്ക നമ്മൾ ചേർക്കുകയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾ ഏകദേശം ഒരു ഉദ്ദേശം കണക്കാക്കിയിട്ട് ഒഴിക്കുന്ന കേട്ടോ. ഒരു 400 ml ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. അപ്പം വോഡ്ക ഇതിലേക്ക് ഒഴിച്ചു. ഇതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് ഒഴിക്കാം. അതുപോലെ കുറച്ച് ടെബസ്കോ ഒഴിക്കാം. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. മതിയാവും തോന്നുന്നു. നമ്മൾ ഇനി ഇതിലേക്ക് അല്പം വോഷേ സോസ് ഒഴിക്കുക കേട്ടോ. ഒരു 2 ഷേക്ക് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഐറ്റം. ഇനി അടുത്തതായിട്ട് കുറച്ച് ഉപ്പ്, അത് ക്രഷ് ചെയ്ത് ഇടാം. ഉപ്പൊക്കെ ആവശ്യത്തിന്. അതുപോലെ കുറച്ച് കുരുമുളക്, ബ്ലാക്ക് പെപ്പർ ആട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് മാറ്റാം ഇതിനെ. അപ്പം ഒരു ട്രേ ഐസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഐസെല്ലാം നമുക്ക് ഇതിലേക്ക് ഇടാം. അങ്ങനെ നമ്മൾ ഇതിൽ ഏതാണ്ട് ഒരു 1/4 ജാറോളം ഐസ് ഇട്ടു. എന്നിട്ട് ഈ ഡ്രിങ്ക് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ലിഡ് അടയ്ക്കാം. അടച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്ലഡി മേരിയും റെഡി ആയിട്ടിരിക്കുകയാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലെമൺ കട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇവിടുത്തെ ലെമണൊക്കെ നോക്കി നല്ല വലുത്, നല്ല നീരുള്ള ലെമൺ കേട്ടോ. നമുക്ക് ഇതിൻ്റെ സൈഡ് കഴിക്കാൻ വേണ്ടി കുറച്ച് പൊട്ടറ്റോ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുന്നുണ്ട്. അങ്ങനെ കുറച്ച് നഗറ്റ്സും അതുപോലെ തന്നെ പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോർക്കെല്ലാം നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. നമുക്ക് അതുപോലെ നമ്മുടെ ഫ്രണ്ട്സും എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കുറച്ച് എക്സൈറ്റഡ് ആണ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ഒരു വലിയ നൈഫ് ഉപയോഗിച്ചിട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. മീറ്റ് നല്ല ടെൻഡറായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. കുറച്ച് ഡിപ്പുകളുണ്ട്. നമുക്ക് റെഡിയാക്കാം. ഇതിൻ്റെ ഒരു പ്രധാന ഡിപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ബാർബിക്യൂ സോസാണ് കേട്ടോ. അതുകൂടാണ്ട് അവക്കാഡോൻ്റെ ഒരു ഡിപ്പ്, അതുപോലെ ക്യാപ്സിക്കം പ്ലസ് കാഷ്യൂ വരുന്നൊരു ഡിപ്പ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഇതാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ അൽദിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ബ്ലഡി മേരി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ 4 ഗ്ലാസ്സിലോട്ടായിട്ടാണ് കേട്ടോ പകർത്തുന്നത്. അപ്പോൾ നമുക്ക് ബ്ലഡി മേരി വണ്ടി ഓടിക്കുന്നവരൊക്കെ എക്സെപ്ഷൻ ആണ്. അപ്പോ ബ്ലഡി മേരി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? നൈസായിട്ടുണ്ട്. നമുക്ക് ബ്ലഡി സ്വീറ്റ് കുഴപ്പമില്ല, ഒരു പ്രശ്നം തോന്നുന്നില്ല. സാധാരണ ഡ്രിങ്ക് പോർക്ക് എടുക്കല്ല. ഡിപ്പ് ശരിക്കും ഇതാണ് കേട്ടോ അതിന്റെ ഡിപ്പ്. വെരി നൈസ്. നല്ല ജെന്യുവനായിട്ട് പറയുകയാണെങ്കിൽ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ നല്ലതാ. പക്ഷെ ആ ഡ്രിങ്ക് നല്ല അത് വേണം കട്ട് ചെയ്ത് കളഞ്ഞോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആണോ?
എനിക്കൊരു ഒരു വികാരമില്ലാത്ത പോലെ. ഇത് തണ്ണിമത്തനായിരുന്നെങ്കിൽ ഒരു പക്ഷെ കുറച്ചുകൂടെ ഉമ്മേനെ. എരിവ് ഇത്തിരി കുറച്ച് കുറഞ്ഞു പോയി. ഇത് ശരിക്കും പറഞ്ഞല്ലേ നല്ലൊരു സ്മോക്കി ഫ്ലേവർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു സ്മോക്കി ടേസ്റ്റ് ഉണ്ട് ഇതിന്. പിന്നെ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. നല്ല ജ്യൂസിയാണ്. കാണുമ്പോൾ അറിയാം. അങ്ങനെ ഒരു പീസ് കഴിഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ മൊത്തത്തില്? അടിപൊളിയുണ്ട്. നിങ്ങളുടെ മാരിനേഷൻ പൊളിച്ചു. കുഞ്ഞൻ ബ്രോ പറഞ്ഞിട്ടോ നിന്റെ റെസിപ്പി പറഞ്ഞിരുന്നു. അതെ, റെസിപ്പി ഏഞ്ചൽ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ട്. ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം കഴിക്കുന്നേ. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. എങ്ങനെയുണ്ട്? ഞാനും ആദ്യമായിട്ട് കഴിക്കണേ. സൂപ്പർ. അടിപൊളി. ഇതെന്റെ അല്ലേ? ഇത് മാഗ്നേറ്റ് ചെയ്തു. ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു. ഒരു 3/4 ഭാഗത്തോളം കഴിഞ്ഞു. അപ്പോൾ ബാക്കിയും കൂടെ ഫിനിഷ് ചെയ്യട്ടെ. പരിപാടി എന്തായാലും കുഴപ്പമില്ലായിരുന്നു, സക്സസ് ആയിരുന്നു. പോർക്ക് നന്നായിട്ട് കുക്കായി, അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടിപൊളി, നല്ല ടേസ്റ്റ്, അതെ അതെ, നല്ല ടേസ്റ്റ്, അടിപൊളി. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. നന്ദി. ബൈ.